കൊടുങ്ങല്ലൂർ ഭരണിക്ക് കൊടുങ്ങല്ലൂരിലെത്തിയാൽ ഭരണിപ്പാട്ടും കോമരങ്ങളെയും കണ്ട് പോയാൽ മതിയോ? നിരവധി പ്രത്യേകതകളുള്ള കാവുകളുടെ കാവായ കൊടുങ്ങല്ലൂരിലെത്തിയാൽ മറക്കാതെ കാണേണ്ട ഇടങ്ങളുണ്ട്. ഈ ഇടങ്ങളും അവിടുത്തെ പ്രത്യേകതയും അറിഞ്ഞാൽ കൊടുങ്ങല്ലൂരിനും കൊടുങ്ങല്ലൂർ ഭരണിക്കും ഭംഗി കൂടുതലാണ്. വടക്കേ നടവഴി കൊടുങ്ങല്ലൂർ കാവിലേക്ക് പ്രവേശിക്കാം. റോഡിൽ നിന്നും നേരെ നടപ്പന്തലിലേക്ക്. നടപ്പന്തലിൽ ഇടതുവശത്തായി കോഴിക്കല്ല് മൂടാനുള്ള പട്ടു വാങ്ങാനുള്ള ഇടമുണ്ട്. വലതുവശത്ത് വെച്ചാണ് വെട്ടിത്തലിയിൽ ചടങ്ങ് നടക്കുന്നത്. ഇവിടെ പിലാപ്പള്ളി കാരണവന്മാരുടെ മുന്നിൽ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളി വെട്ടിത്തെളിഞ്ഞതായി അംഗീകാരം കിട്ടിയാലേ കോമരങ്ങൾക്ക് കോമരങ്ങളാവാൻ സാധിക്കൂ. നേരെ ദീപസ്തംഭത്തിനടുത്തേക്ക്. ഭരണി നാളുകളിൽ ഇതിനു മുന്നിൽ നിന്നും താഴേക്കിടുന്ന പഴം പിടിക്കാനായി ഭക്തരുടെ വലിയ ഒരു തിരക്കുണ്ടാവും. ഇതിനോട് തൊട്ട് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കുന്നു. വെളിച്ചപ്പാടുകൾ ഉറഞ്ഞു തുള്ളുന്നതും ഭക്തർ ചുവന്ന പട്ടു ഇരിക്കുന്നതും ഇവിടെ വെച്ചാണ്. നേരെ മുൻപിലായി വടക്കേ നട. ഈ വഴി ക്ഷേത്ര ദർശനം നടത്താം. വടക്കേ നടയിൽ നിന്നും പ്രദക്ഷിണം ആരംഭിച്ചാൽ ഇടതുവശത്താണ് ക്ഷേത്രപാലകൻ. ഇതിനോട് ചേർന്നാണ് കോഴിയെ പറപ്പിക്കുകയും ഭക്തർ കൊണ്ടുവരുന്ന കുരുമുളകും മഞ്ഞളും സമർപ്പിക്കുന്ന ഇടവുമുള്ളത്. കിഴക്കേ നടയിലാണ് നിലപാട് തറ. കാവുതീണ്ടൽ ദിവസം തമ്പുരാൻ പട്ടുകുട നിവർത്തുന്നത് ഇവിടെ വെച്ചാണ്. കിഴക്കേ നടയോട് ചേർന്ന് തവിട്ടുമുത്തി. പടിഞ്ഞാറേ നടയ്ക്ക് സമീപം വസൂരിമാലയുടെ ക്ഷേത്രം. വസൂരിമാലയ്ക്ക് മുൻപിലായാണ് കാവുതീണ്ടൽ ദിവസം പാലക്കവേലൻ അനുഗ്രഹം നൽകുന്ന ഇടം. അല്പം മാറി ക്ഷേത്രകുളമായ വട്ടക്കുളം. ഉത്സവ ദിവസം ഇവിടെ ഭക്തർക്ക് വിശ്രമിക്കുവാൻ പന്തലിട്ട് വെച്ചിരിക്കും. വടക്കേ നടയിൽ നിന്നും അല്പം മാറിയാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള ക്യൂവിനുള്ള ഏരിയ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത്. കിഴക്കേ നടയ്ക്ക് നേരെ മുന്നിലായി ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്താണ് ഒന്നുകുറെ യോഗം ഓഫീസ്. ഇവിടെ നിന്നും വലത് തിരിഞ്ഞ് അല്പം മാറി പിലാപ്പള്ളി തറവാട്. പിലാപ്പള്ളി തറവാട്ടിലേക്കുള്ള വഴിക്ക് നേരെ മുന്നിലാണ് സേവാഭാരതിയുടെ 24 മണിക്കൂർ അന്നദാന മണ്ഡപം ഉള്ളത്. ഇവിടെ നിന്ന് ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് റോഡിലെത്തി എറണാകുളം റോഡിൽ 500 മീറ്റർ മാറി ശ്രീ കുറുമ്പാമ്പലം. മൂലസ്ഥാനം ഇവിടെയാണ്. വടക്കേ നടയിൽ നിന്നും ഇടതുതിരിഞ്ഞ് SBIക്ക് സമീപമാണ് കൊടുങ്ങല്ലൂർ കോവിലകം. അവിടെ നിന്നും അല്പം കൂടെ സഞ്ചരിച്ച് തൃശൂർ റോഡിൽ കയറി ഇടത് തിരിഞ്ഞാൽ പുലക്കാവ് സ്ഥിതി ചെയ്യുന്നു. മലബാർ മേഖലയിൽ നിന്ന് വരുന്ന ഭക്തർ കൂട്ടമായി താമസിക്കുന്ന ഇടമാണ് പുലപ്പാടം. തെക്കേ നടയിൽ നിന്നും എറണാകുളം റോഡിൽ 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കാണാം. അവിടെ നിന്നും 1/2 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചാൽ പ്രശസ്തമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്നും 6 കിലോമീറ്റർ മാറി തോമസ് ലീഹ എത്തിച്ചേർന്ന മാർത്തോമ പള്ളി. മുസരീസ് തുറമുഖ നഗരത്തിലെ പ്രധാന മാർക്കറ്റായ കൊട്ടപ്പുറം മാർക്കറ്റും കോട്ടയും കൊടുങ്ങല്ലൂരിൽ നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമായി നിരവധി ആൽത്തറകളുണ്ട്. കൊടുങ്ങല്ലൂർ കാവുതീണ്ടൽ ദിവസം വെളിച്ചപ്പാടുകളും തറവാട്ടുകാരും വിശ്രമിക്കുന്നത് ഇവിടെയാണ്. കൊടുങ്ങല്ലൂരിൽ ഭരണിക്കെത്തുന്നവർ ഈ ഇടങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, സന്ദർശനം നടത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.